പരിഹാരം തുടരുക. കാണുകയും ശ്രീ ഇ എൻ നന്ദകുമാർ ടെലിഫോൺ ലൈനിൽ ശരിയാണ്. ശ്രീ എൻ നന്ദകുമാർ, കൊച്ചിയിലെ ഒരു സ്കൂളിലാണ് ഈ പ്രശ്നം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് ഹിജാബ് ധരിച്ച് കുട്ടിയെ അവിടെ പഠിപ്പിക്കണമെന്നുള്ള നിർബന്ധമാണ് രക്ഷിതാവിന്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റിന് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഹൈക്കോടതി സമ്മതിച്ചതുമാണ്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ താങ്കൾ കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന സ്കൂൾ CBSE സ്കൂളാണ്. അതെ, CBSE സ്കൂളുകളിൽ മാനേജ്മെന്റിന് അധികാരമുണ്ട്. അവിടെ മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനങ്ങളെ പാലിക്കാൻ വേണ്ടിയിട്ട് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണ്. അപ്പൊ ഏതെങ്കിലും കുട്ടിക്ക് അത്തരം സ്കൂളിന്റെ നിയമങ്ങൾ പാലിക്കാൻ സാധ്യമല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ കുട്ടി ചെയ്യേണ്ടത് ആ വിദ്യാലയത്തിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടി തന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു 4 മാസം കണ്ടായിട്ട് സ്കൂളിൽ വന്നിട്ട് ചേർന്നിട്ട് അതിന് ഈ കുട്ടി വേറെ സ്കൂളിലായിരുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് ആ സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്നത് എന്നുള്ളത് അറിയില്ല. ഇന്ന് മാത്രമല്ല, ഞാനിപ്പോൾ അവിടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അറിയാൻ കഴിഞ്ഞത് കുട്ടിക്ക് കുട്ടിയുടെ പേരൻസിനല്ല നിർബന്ധം, മറ്റു ചിലർക്ക് പുറത്തു നിന്നുള്ള ചില രാഷ്ട്രീയ അല്ലെങ്കിൽ ചില മതപരമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കാണ് ഇത്തരം വിഷയങ്ങൾ താല്പര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും മതവും വിദ്യാഭ്യാസ മേഖലയുമായിട്ടുള്ള ഈ തരത്തിൽ മതം വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു നല്ല മുന്നോട്ടുള്ള പോക്കിന് സഹായികമല്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതാണ്, മതത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ്. കാരണം ഏത് വിദ്യാലയത്തിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ട കുട്ടി പഠിക്കുമ്പോഴും മതകാര്യങ്ങൾ വിദ്യാലയത്തിൽ കൊണ്ടുവന്നിട്ട് അത് അവിടെ വെച്ച് നടപ്പിൽ വരുത്തണം തീരുമാനിക്കുന്നത് ഒരിക്കലും ഒരു മര്യാദയല്ല, നല്ല ലക്ഷണമല്ല. അത് മുളയിലെ തന്നെ അത്തരം പ്രശ്നങ്ങൾ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ മറ്റെല്ലാ മതവിഭാഗങ്ങളും ഇതേപോലെ ഒരു നയങ്ങൾ സ്വീകരിച്ചാൽ, ഇപ്പോൾ ഈ കുട്ടിക്ക് ഹിജാബ് ധരിച്ചു വരണമെന്ന് നിർബന്ധമുള്ള പോലെ തന്നെ ഹിജാബ് ധരിക്കുന്നത് ശരിയല്ല എന്ന് ധരിക്കുന്ന മറ്റു വിഭാഗങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ അവരുടെ മതവിഭാഗങ്ങളുടെ വേഷവിധാനങ്ങൾ ധരിക്കണമെന്ന് അവര് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതും ഒരിക്കലും സ്കൂളിന്റെ ഒരു ഏറ്റവും ഒരു സ്മൂത്ത് ആയിട്ടുള്ള മുന്നോട്ട് പോക്കിന് സഹായിക്കില്ല എന്നുള്ളതാണ് എന്റെ തോന്നുള്ളത്. അതുകൊണ്ട് മതങ്ങള് പരിധി വിട്ടുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടുന്നത് ഒരിക്കലും ഭൂഷണമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നോംസ് അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ബാധ്യത ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കോടതിയുടെ 2018 മറ്റാണ് കോടതി വിധി ഇതിനെ സംബന്ധിച്ചുണ്ട്. കേരള ഹൈക്കോടതിയുടെ വിധിയുണ്ട്. അപ്പൊ അതിനെ മാനിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്നാണ് എന്റെ അഭിപ്രായം. നന്ദി ശ്രീ നന്ദകുമാർ. ശ്രീ ജോഷി കൈതവളപ്പിൽ, ഈ വിഷയം ഇനി എങ്ങനെ കൈകാര്യം ചെയ്യാനാണ്? അതായത് ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയൊക്കെ സമീപിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് രക്ഷിതാവ് അനസ് എന്നാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്?